ലോകത്തെ നമസ്കരിച്ച് വേർപാടിൻ്റെ കുടുംബത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ വിശ്വാസത്തോടെ ഇതിനെ സ്നേഹപ്പെടുന്നു. വേർപാട് ഏത് പ്രായത്തിലാകും നമുക്കതൊരു വേദനാകരമായിട്ടുള്ള കാര്യം. ഏതാണ്ട് ഈ ലോകത്ത് 90 വയസ്സ് വരെ ജീവിക്കുവാൻ സാധാരണയാണെങ്കിൽ ദൈവം സഹായിക്കും. നമ്മൾ എത്ര വർഷം വരെ ജീവിച്ചിരുന്നു എന്നുള്ളതിലുപരി നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആകുന്ന സമയങ്ങളിലൊക്കെ പള്ളികളിൽ വരികയും ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്തു. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ദൈവിക കൃപയനുസരിച്ച് ദൈവിക ശുശ്രൂഷയിലൊക്കെ വ്യാപിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒരു അധ്യാപക വൃത്തിയിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യ അഭ്യസിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളിലും ദൈവകൃപയെ വ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇവിടെ ദൈവം കൊടുത്തു. ദൈവത്തിന് സമയമായപ്പോൾ ദൈവം വിളിച്ചു വിളിച്ചു ആ ഒരു അവസ്ഥയിൽ ഈ ഇതങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അച്ഛൻ മുമ്പ് ഓർമ്മിച്ചതുപോലെ ഈ ലോകത്തിൽ ജീവിച്ചാൽ നമ്മൾ ഒരിക്കൽ മരണപ്പെടുന്നു. അപ്പോൾ ഓരോ മരണവും നമ്മൾക്ക് തരുന്ന ഒരു മെസ്സേജാണ്. നാളെ നമ്മൾ ഇത് അഭിമുഖീകരിച്ചേ മതിയാകും, നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ വ്രണപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവകൃപയനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഒരു അനുഭവമാകാനുള്ള രീതിയിലുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ ചെയ്യുന്നത്. വേറെ പാട്ടിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. എങ്കിലും ആ ദുഃഖത്തിനൊക്കെ വരികയായിട്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉള്ളത്. എൻ്റെ വിചാരം ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പ്രിയ ആക്കി കേൾക്കുന്നില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ മരിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ മരിച്ച